ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ തമ്പനയിൽ കണ്ടതുപോലെ ഇന്ന് നമ്മളൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഈവനിങ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഈവനിങ് മുതൽ രാത്രി വരെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ തലശ്ശേരിയാണുള്ളത്. ഇങ്ങനെ ഞാനും റിക്കൂട്ടിനെല്ലാം ഉറങ്ങി എണീച്ച് വന്നപ്പം അമ്മ വിറക് എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. ആൻറ്റീൻ്റെ വീട്ടിൽ നിന്ന് വിറക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അല്ലറ ചില്ലറ ഹെൽപ്പൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ട് കൂടിയതാണേ. അപ്പോഴേക്കിതാ നമ്മളെ വീട്ടിൽ ജപ്പാൻ കുടിവെള്ളത്തിൻ്റെ കണക്ഷൻ ഉണ്ട്. അതിൽ വെള്ളം വന്നപ്പോൾ അമ്മ ഓൾറെഡി ടാങ്കിലേക്ക് നിറച്ചതാണ്. റിക്കൂട്ടൻ്റെ വക പിന്നെയും ഒരു പൈപ്പ് തുറന്നു. അങ്ങനെ നോക്കുമ്പോൾ പിന്നെയും ടാങ്കിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങുന്നതാണ്. പൈപ്പ് പൂട്ടി. അപ്പം ബാക്കി വെള്ളം വീഴുമ്പോൾ റിക്കൂട്ടിനെ അവിടെ കൊണ്ടുപോയിട്ട് ബക്കറ്റ് വെച്ചിട്ടാ. പിന്നെ ഓൻ അതിൽ വെള്ളത്തിൽ കളിയായി. അപ്പം അച്ഛനോനിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുറേ വിറകെല്ലാം അമ്മ എടുത്ത് വെച്ചിട്ടുണ്ടായിന്. ഇനി അത്രേ ബാക്കിയുള്ളൂ കേട്ടോ. അപ്പം ഞാനെല്ലാം അടിച്ചു വാരി കൂട്ടാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനിതാ ഉറങ്ങി എണീച്ച കോലത്തിലൊരു ചൂലെല്ലാം എടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. എനിക്ക് ക്യാമറ അവിടെ വെച്ചിട്ട് വേണം എൻ്റെ പണി കൊടുക്കാൻ. അതിനിടയിൽ ആവുന്ന പോലെ റിക്കൂട്ടൻ എല്ലാവർക്കും ഓരോ പണി തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ റിക്കൂട്ടിൻ്റെ കൈയും പിടിച്ച് നടക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം നമ്മൾ ആ മുറ്റത്ത് നിറച്ചിങ്ങനെ കല്ലുകൾ ഇങ്ങനെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അച്ഛന് പേടിയാണ്. വീകുവോ പൊട്ടുവോ ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് ഓൻ്റെ പിന്നാലെ നടക്കലാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അടിച്ചു വാരി കൂട്ടിയിട്ട് അതിലുള്ള കൊള്ളികളെല്ലാം കുഞ്ഞു കുഞ്ഞു കൊള്ളിയെല്ലാം മാറ്റിയിട്ട് വേറെ തന്നെ വെക്കുന്നുണ്ട്. പിന്നെ അമ്മനോട് ചോദിച്ചത് മൊത്തത്തിലെടുത്തിട്ട് അങ്ങ് വെക്കണം, മീൻസ് ഇലയും അതിൻ്റെ കൂടെ അടിക്കണമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ എല്ലാം ഒന്നിച്ചടിക്കുന്നത് കേട്ടോ. അപ്പോൾ അമ്മ എന്നെ അടിച്ചോ എന്തായാലും കത്തിക്കാനിടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് ഓരോന്ന് മാറ്റി വെക്കുവാന്ന് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉണങ്ങാത്ത പച്ചവിറകുള്ളത് വേറെ നമ്മൾ അപ്പുറത്ത് വെയിലത്തിട്ടിട്ടുണ്ട്. അങ്ങനെ അത് വേറെ അങ്ങനെയെല്ലാം തരംതിരിച്ച് വെക്കുന്നതാണേ. അപ്പോൾ ഇത് റിക്കൂട്ടനും അച്ഛനും കൂടി അങ്ങോട്ടേക്ക് കൂടെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പം അമ്മ പറഞ്ഞ് ഞാൻ ആ വിറക് അങ്ങോട്ടേക്ക് എടുത്ത് വെക്കാം എന്നിട്ട് അടി അടിച്ചു വന്ന്. അപ്പോൾ റിക്കൂട്ടൻ സ്കൂൾ ബസ്സിന് ടാറ്റെല്ലാം പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ ചെരുപ്പിൽ അവിടുന്ന് കളിക്കുമ്പം കുറച്ച് വെള്ളമായി. പിന്നെ അവനത് കാലിലിടാൻ ചളി എന്നിട്ട് ഇടാതെ നിൽക്കുവാന്ന് കേട്ടോ. അപ്പം അച്ഛനാണെങ്കിൽ ചെരുപ്പിട് എന്നിട്ടോ ചെരുപ്പിടുന്നൊന്നുമില്ല. കണ്ടില്ല, എനിക്ക് ചെരുപ്പൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അത് അവിടെ ഇട്ടിട്ട് ചങ്ങായി ഇങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എന്തെങ്കിലും പണി ഒപ്പിക്കണം, അതിനുള്ള വരവാന്ന് കേട്ടോ. പിള്ളേരുള്ള വീട്ടിലെല്ലാവർക്കും ഈ ഒരു അവസ്ഥ മനസ്സിലാവും. ഞാൻ വിചാരിച്ചത് ഞാൻ കൂട്ടിയിട്ടത് അവൻ കൊളാക്കുന്നതാണ്. പക്ഷെ അതിൽ നിന്ന് എന്തോരം ഇല എടുത്തിട്ട് പോകുന്നുണ്ട് അടുത്ത പണി ഒപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇലയിൽ കല്ല് വെച്ച് കളിക്കുവാന്ന് കേട്ടോ. അങ്ങനെ പിന്നെ അവൻ അങ്ങോട്ടേക്ക് ഓടി പോകുന്നുണ്ട്, അച്ഛൻ പിടിക്കുന്നുണ്ട്. അവൻ പോകുന്ന പോക്ക് പോയിട്ടുണ്ട്, പ്രശ്നമില്ല. അതിൻ്റെ പിന്നാലെ നമ്മൾ ഓടിയാൽ ഉള്ളേൽ അവൻ ഓടും കേട്ടോ. അപ്പം അച്ഛനോട് അത് പറഞ്ഞിട്ട് അച്ഛനതൊന്നും തിരിയുന്നൊന്നുമില്ല. അങ്ങനെ ഞാൻ പിന്നെ ഇതാ ബാക്കി ഇപ്പുറത്തെ സൈഡും കൂടി അടിച്ച് വരുന്നുണ്ട്.
റിക്കുവിൻ്റെ കുഞ്ഞു കുഞ്ഞു കുരുത്തക്കേടുകൾ ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല. ഓൻ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വെള്ളം പിടിക്കാൻ പോകുന്നുണ്ട്. മൊത്തം ഓട്ടം ചാട്ടം തന്നെയാണ് കേട്ടോ ചങ്ങായിൻ്റെ പരിപാടി. അപ്പോൾ ചെരുപ്പൊന്നും ഇടാണ്ട് ഇതാ ഓടി കളിക്കുന്നുണ്ട്. മൊത്തത്തിൽ 3-4 ചെരുപ്പെങ്ങാനുണ്ട്. എന്നിട്ട് അതിൽ ഒന്നുപോലും ഇടാണ്ട് ഓടുന്നുണ്ട്. ചെറുങ്ങനെ ചളിയൊന്നും ആയാൽ പിന്നെ ഓന് ഇടൂല കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അമ്മേനോട് എന്നാൽ ബാക്കി കൊള്ളുകൾ ഞാനും കൂടി പെറുക്കാമെന്നാണ് ഞാൻ എടുക്കാൻ നോക്കുമ്പോഴേക്ക് ആദ്യത്തെ കെട്ട് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ കുറച്ചെല്ലാം അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചല്ലോ. അതുകൊണ്ട് അമ്മ പറഞ്ഞു ഇതിന് ഞാൻ ഒന്നിച്ച് എടുക്കാൻ നോക്കാം, അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയത് ഒന്നിച്ചിട്ട് എടുക്കുവാണ് കേട്ടോ ചെയ്തത്. അപ്പം ഞാൻ പൊട്ടിച്ചത് കുറച്ച് ഇപ്പുറത്തെ സൈഡിൽ വെച്ച്, അപ്പം നമ്മൾ അപ്പുറത്തെ സൈഡാണെന്നെല്ലാം ഇങ്ങനെ അട്ടിക്ക് വെക്കൂല, അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം അമ്മ അത് എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോഴേക്കും റിക്കോർഡിന് അവിടെ സൈഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പം അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പം അമ്മ നോനെ മാറ്റി നിന്നിട്ട് പിന്നെ ഞാൻ ഓടിപ്പോയിട്ട് വേഗം റിക്കോർഡിനെ അവിടെ നിന്ന് മാറ്റി നിർത്തിച്ച് അവിടെ നമ്മൾ ഒതുക്കിയിട്ട് വെക്കുമെല്ലാം ചെയ്തു കേട്ടോ. അങ്ങ് ദൂരത്തിൽ വളപ്പിൽ കണ്ട റിക്കൂട്ടൻ അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്നെടുത്ത് കളിക്കുന്നുണ്ട്. അവിടെ പ്ലാവിൻ്റെ താഴത്ത് ഉറുമ്പിങ്ങനെ കുഴിച്ചിട്ട് ഉറുമ്പിൻ്റെ ഒരു കൂടാരം ഉണ്ടല്ലോ, അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്മ ഏതാ റിക്കൂട്ടിനെ പോയിട്ട് എടുത്തിട്ട് വരുന്നുണ്ട്. കൊണ്ടുപോയി വെക്കും, അതേ സ്ഥലത്തേക്കും പിന്നെയും തിരിച്ചിടും. അതല്ലാന്ന് റിക്കൂട്ടൻ്റെ കാര്യം. അപ്പോൾ അമ്മേനോട് ഞാൻ അവിടെ നിന്ന് ഒരു കാട്ടൻകോഴി എടുത്തിട്ട് തരാൻ പറഞ്ഞത്. അപ്പം ഇതങ്ങ് വാരിയിട്ട് ഇതാക്കാമല്ലോ. പക്ഷെങ്കിൽ പിന്നെ അമ്മേനെ കാട്ടൻകോഴി കൊണ്ടാൽ മറ്റേ നമ്മളൊരു വലിയ ടിപ്പ് ഉണ്ടാവും, അത് എടുത്താൽ മതി എന്ന് പറഞ്ഞ്. അങ്ങനെ അതിൻ്റെ അകത്തേക്കെല്ലാം കൂടി മൊത്തത്തിൽ വരാമല്ലോ. ഞാൻ നേരത്തെ കൂട്ടിയിട്ടതും കൂടി ഉണ്ടായിന് കേട്ടോ. അപ്പോൾ റിക്കോർഡിന് അവിടെ നിന്ന് ഇതാ ഒരു മഗ്ഗിൽ മണ്ണ് വാരിയിട്ട് കളിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും വൈകുന്നേരം കുളിപ്പിക്കാനുള്ളതാണ്, അതുകൊണ്ട് അവിടെ നിന്ന് വാരിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ നേരത്തെ കൂട്ടി വെച്ചത് ഇപ്പം കൂട്ടി വെച്ചത് എല്ലാം കൂടി ഒന്നിച്ചിട്ട് വാരിയിട്ട് വെക്കുന്നുണ്ട്. നമ്മൾ അടുപ്പിൽ കത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ കുറച്ച് പൊടിയെല്ലാം ഉള്ളത് വേറെ തന്നെ ഞാൻ തട്ടി അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ.
ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, റിക്കൂട്ടൻ അയച്ചിട്ട് പോയ ചെരുപ്പ് അവിടെ തന്നെ ഉണ്ട്. അപ്പോഴേക്കൊരു ചങ്ങായി അത് അങ്ങ് ദൂരെ കാണുന്നില്ലേ, ഓൻ അവിടെ കൊണ്ടുപോയിട്ട് കപ്പ് വെച്ചിട്ട് അതിലുണ്ട് നമ്മളെ ഇല പറിച്ചിടുന്നത്. അത് വേറൊന്നല്ല, നിമിഷേച്ചി അവിടെ നിന്ന് വീട്ടിൽ നിന്ന് മൈലാഞ്ചി പറിച്ചിട്ട് തേക്കലുണ്ട്. അപ്പം അത് കണ്ടിട്ടാന്ന് തോന്നും കപ്പ് എടുത്തിട്ട് പോയിട്ട് അതിൽ ഇല പറിച്ചിട്ട് ഇടാൻ തുടങ്ങിയത് കേട്ടോ. ഇങ്ങനെ പിന്നെ ഞാൻ നോക്കുമ്പോൾ കപ്പ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്, അവൻ ഇങ്ങോട്ടേക്ക് വരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് റിക്കോർഡിന് ഇറങ്ങുന്നല്ലോണ്ട് ഇങ്ങനത്തെ ഇവൻ്റെ ആക്ടിവിറ്റീസിലൊന്നും ഞാൻ അങ്ങനെ കൈ കടത്താറില്ല. എല്ലാം ഒറ്റക്കങ്ങ് അങ്ങനെ ചെയ്തോട്ടെ എന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ അത് അവിടുന്ന് അത് വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. ഇനി എനിക്ക് പിന്നെ മുറ്റത്തിൻ്റെ കുറച്ച് ഇങ്ങോട്ടേക്ക് അടിക്കാനുണ്ടെന്ന് തോന്നുന്നു. അപ്പോഴേക്ക് നമ്മളെ ചങ്ങായി കാട്ടൻ കോൽ എടുത്തിട്ട് ഇനി അതിൽ മണ്ണ് വാരിയിട്ട് കളിക്കാൻ നോക്കുന്നുണ്ട്. അപ്പം അമ്മേൻ്റെ ഏകദേശം പണി കഴിഞ്ഞുകൊണ്ട് അമ്മ വേഗം അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ആ സമയത്ത് ഫോണിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് ഓർഡറും കാര്യങ്ങളെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിൻ്റെ തിരക്കിലായിപ്പോയി പിന്നെ ഞാൻ. അപ്പോഴേക്ക് ഇത് അമ്മ അകത്തുനിന്ന് ചായ വെക്കാൻ നോക്കുന്നുണ്ട്. പിന്നെന്താ റിക്കൂട്ടൻ്റെ അപ്പോഴേക്ക് അമ്മ കുളിപ്പിച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ചായ വേണം പഞ്ചസാര വേണം എന്നൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ചായ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു നുള്ളു പഞ്ചസാര റിക്കൂട്ടൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഓനത് നിർബന്ധമാണ്. അങ്ങനെ ഒരു നുള്ളു അത്രയേ കൊടുക്കും. അത് കിട്ടിയാൽ ഓനും സമാധാനമാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ ഇപ്പോൾ ഡ്രസ്സൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ എൻക്വയറി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ലിം ടീ ഒക്കെ അതുപോലെ തന്നെ ഓരോരുത്തർ റേറ്റൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഡ്രസ്സ് കാര്യങ്ങൾ അതുപോലെ നമ്മളെ സ്ലിം ടീ, വൈറ്റ് ടീ അങ്ങനത്തെ സംഭവങ്ങൾ, സോപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഒരാഴ്ചത്തെ തലശ്ശേരി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിക്കുവിന് ചോളം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പോകുന്നുണ്ടെങ്കിൽ അധികം ഒന്ന് വാങ്ങിക്കൊടുക്കലില്ല. അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുഴുങ്ങിയിട്ട് റിക്കുവിന് കൊടുത്ത്, അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴേക്ക് നമ്മുടെ സ്നേഹിതേച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എവിടെയോ കല്യാണത്തിന് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നെയിൽ പോളിഷ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതില്ലാന്ന് വന്നിട്ട് കോള് കട്ടാക്കി കേട്ടോ. അങ്ങനെ റിക്കോർഡിന് ഞാനിതാ ഓനത് ചൂടോടെ തിന്നാൻ ഇങ്ങനെ കൊതിയായിട്ട് നിൽക്കുന്ന, അപ്പം അതിങ്ങനെ ഉതിർത്തിട്ട് കൊടുത്ത് അങ്ങനെ റിക്കൂട്ടനത് തിന്നുന്നുണ്ട് കേട്ടോ. നിങ്ങളെ കാണിച്ചു തരാൻ ഇതാ വെറുതെ എടുത്തതാണ്. അതിൽ കുറച്ച് ചൂട് തണിഞ്ഞപ്പോൾ കുറച്ച് വേഗം കിട്ടുന്നുണ്ടായി കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ റിക്കോർഡിന് പിച്ചിപ്പറിച്ച് കൊടുക്കൽ. അത് റിക്കോർഡിന് ഇങ്ങനെ എടുത്തിട്ട് തിന്നോളും. ഒരു ചെറിയൊരു ചോളായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു 4 പീസ് ചേർന്നാൽ ഒരു ചോളായി. അങ്ങനെ അതിലൊരു 2.5 കഷ്ണത്തോളം റിക്കോർഡിന് ഞാൻ ഇങ്ങനെ ഉതിർത്തിട്ട് കൊടുത്താൽ പോകാൻ കഴിച്ചു കേട്ടോ. അപ്പോഴേക്ക് ചുഴലിന്ന് ഇതാ അമ്മ വിളിച്ചിട്ടുണ്ടായിനെ. അങ്ങനെ റിക്കൂട്ടൻ അമ്മേനോടെല്ലാം വർത്താനം ഇങ്ങനെ പറയുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതിൻ്റെ ശേഷം റിക്കൂട്ടൻ ഇപ്പം കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളെ വീട്ടിൽ പോകാം, ചുഴലി പോകാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ രാത്രി ഫുഡ് കഴിക്കാൻ സമയമായി. അപ്പോൾ കയ്പ്പക്ക കറി, മുള്ളൻ കറി, മുള്ളൻ പൊരിച്ചത്, കൂമ്പ് വറവ്, പിന്നെ കയ്പ്പക്കേൻ്റെ ഒരു വെറുതെ കൊണ്ടാട്ടം പോലെ ഇങ്ങനെ ആക്കിയത് അതായിരുന്നു കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല കയ്പ്പുള്ള കയ്പ്പക്കയാണ്. ഈ കയ്പ്പക്കയും കൂമ്പല്ലാതെ നിന്നാണ്ട് വീട്ടിൽ നിന്ന് ഞാൻ വരുമ്പം കൊണ്ടുവരുന്നതാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു കെട്ടുണ്ടാവും, ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു കെട്ടുണ്ടാവും. അങ്ങനെ അപ്പോൾ റിക്കൂട്ടന് അടുക്കളയിൽ നിന്ന് അമ്മ ചോറ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ തിന്നിട്ടാകുമ്പോൾ റിക്കൂട്ടിനെ നോക്കും, പിന്നെ അമ്മ ചോറ് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറിപ്പോൾ.
പിന്നെ റിക്കുണ്ണി ഇതാ ട്രെയിനെല്ലാം എടുത്തിട്ട് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് അമ്മായി റിക്കുണ്ണിനോട്ട് ഗിഫ്റ്റാണ് കേട്ടോ. അതിൻ്റെ പുറത്ത് വന്ദേ ഭാരത് എന്നല്ലേ എഴുതിയിട്ടുണ്ട്. അതിങ്ങനെ മുന്നോട്ടേക്ക് ആക്കുന്നേരം ബാക്കോട്ടും പോകും മുന്നോട്ടും പോകും. അപ്പോൾ അത് കണ്ടിട്ട് റിക്കുണ്ണി ഇങ്ങനെ ചിരിക്കും. ഓന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഈ വണ്ടി. അപ്പോഴേക്ക് രാത്രിയിൽ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ റിക്കുണ്ണിനെ വെറുതെ നമ്മളിങ്ങനെ ഞാൻ ഫ്ലാഷിൽ ലൈറ്റ് അടിച്ചിട്ട് വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. ടോർച്ച് ഒന്നേ ഉള്ളതിനും അത് അമ്മ എന്താ അവിടെ പാത്രം കന്നുകൊണ്ട് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിനെ. അങ്ങനെ പിന്നെ റിക്കുട്ടിനെ ഞാനിങ്ങനെ നമ്മളെ നിഴലിൽ ഇങ്ങനെ രൂപങ്ങളാക്കുമല്ലോ അതുപോലെ വൃത്തിയാക്കി കാണിച്ചു കൊടുത്തതാണ്. അപ്പോഴേക്ക് ഇതാ ഷടേന്നും വന്ന് കറണ്ടും വന്നിട്ടുണ്ട്. പിന്നെ റിക്കൂട്ടൻ കുറച്ച് കളിക്കുന്നതിന് ശേഷം അവനെ കിടത്തി അങ്ങ് ഉറക്കി കേട്ടോ. എന്നിട്ട് പിന്നെ അപ്പോഴേക്ക് എനക്ക് നല്ലപോലെ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. ഒരു 10 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇതാ ഞാൻ കുറേ എക്സ്പ്രഷനെല്ലാം വാരി വിതറുന്നുണ്ട്. അമ്മക്ക് രാത്രിക്കാണ് ഫോൺ നോക്കാൻ സമയം കിട്ടുക. അങ്ങനെ അമ്മ ഫോണെല്ലാം നോക്കുന്നുണ്ട്. എനിക്കെന്തോ ജലദോഷം വരുന്നതിൻ്റെ മുന്നോടിയായിട്ടാണോന്ന് അറിയില്ല, കണ്ണെല്ലാം ചൊറിയുന്നുണ്ടായിന്. അങ്ങനെ ഞാനും വേഗം കിടന്നുറങ്ങി. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.